കുറേ നാളായിട്ട് പോണം പോണം എന്നാഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ് പൊന്മുടി. അങ്ങനെ ഫൈനലി ഇന്നാണ് ഞങ്ങൾക്ക് എല്ലാ പേർക്കും പോകാനുള്ളൊരു സിറ്റുവേഷൻ ഒത്തു വന്നത്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ പൊന്മുടി കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ പോയ സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിരുന്നൊരു ടൈമായിരുന്നില്ല. ഒരിളം വെയിലൊക്കെ ഉള്ളൊരു ടൈമായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അവിടെയുള്ളൊരു റീൽസിലൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ സേവ് ആക്കി വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അടുത്ത് പൊന്മുടി വരാണെങ്കിൽ എന്തായാലും പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലമൊക്കെ കണ്ടു. അത് അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് നിന്നില്ല. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീണ്ടും പൊന്മുടി കാണാനായിട്ട് ഇങ്ങനെ ഹൈ റേഞ്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പൊന്മുടി എത്തിയപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു പൊന്മുടി ഞങ്ങളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാഴ്ച നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇടയ്ക്കൊക്കെ ഫോഗ് വരുന്നുണ്ട് പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു മിക്സഡ് ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം പൊന്മുടിയിൽ ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് കല്ലാർ മീൻമുട്ടി വാട്ടർഫോളിലേക്കാണ്. ഈ ഒരു സ്ഥലത്തും പൊന്മുടി പോകുന്ന വഴിക്ക് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം ഞങ്ങൾക്ക് ആ ഒരു വാട്ടർഫോളിലോട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ നടത്തത്തിന് ശേഷം ഫൈനലി ഞങ്ങൾക്ക് ദൂരെ നിന്ന് ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റി. എനിക്കാണെങ്കിൽ ഫസ്റ്റ് കണ്ട സമയത്ത് ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വെള്ളച്ചാട്ടം ഇത്രയും പൊക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതൊക്കെ കാണാം. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷമായി. നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും യാത്രകൾ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോഴാണ്. പിന്നെ ഈ ഒരു മീൻമുട്ടി യാത്ര എന്ന് പറയുന്നത് കുറച്ചധികം അഡ്വെഞ്ചർ ആയിരുന്നു. പക്ഷേ എനിക്ക് പൊതുവേ ഈ ഒരു അഡ്വെഞ്ചർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു ഈ ഒരു പൊന്മുടി എന്ന് പറയുന്നത്. ഇനിയും വീണ്ടും വരാൻ തോന്നുന്ന തരത്തിലുള്ളൊരു ട്രിപ്പായിരുന്നു.